പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കിടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടമയോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. പഴയ നിയമ പെസഹ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് പോയപ്പോൾ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ചത് പഴയ നിയമ പെസഹ. പുതിയ നിയമ പെസഹ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് വിരുന്നൊരുക്കിയതായ അന്ത്യ അത്താഴമാണ് പുതിയ നിയമ പെസഹ എന്ന് പറയുന്നത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. പെസഹായിൽ, പുതിയ നിയമ പെസഹായിൽ യേശു സ്ഥാപിച്ചത് 1 പൗരോഹിത്യം, 2 വിശുദ്ധ കുർബാന എന്നുള്ളതാണ്. സഭയുള്ളിടത്തോളം കാലം വിശുദ്ധ കുർബാന ഉണ്ട് എന്നുള്ളതാണ്. സഭയുള്ളിടത്തോളം കാലം പൗരോഹിത്യം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ സഭയും നിലനിൽക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമാണ്. കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് എന്നും ഓർമ്മയ്ക്കായി ചെയ്യുവാൻ വേണ്ടി സഭയെ നിയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെസഹ എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടി വിരുന്നൊരുക്കിയെങ്കിൽ ആ വിരുന്നൊരുക്കൽ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് അന്ത്യത്താഴമാണ്. ഇനിയും ശിഷ്യന്മാരുമായി ഇപ്രകാരം ഒരു ഭക്ഷണം കർത്താവ് ഒരുക്കുന്നില്ല. കുരിശിലേക്കുള്ളതായ യാത്രയാണ് ഇനിയുള്ളത്. അതുകൊണ്ട് പെസഹ വിരുന്ന് കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടി ഏറ്റവും സന്തോഷകരമായി അതിനെ ആഘോഷിച്ചു എന്നുള്ളതാണ്. സഭ ഇന്ന് ഈ വിശുദ്ധ കുർബാന ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് ഓരോ കുർബാനയും അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സഭയിലാണെങ്കിലും ഏത് വിശ്വാസത്തിലാണെങ്കിലും നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. ഉയർത്തെഴുന്നേറ്റത് നമുക്ക് വേണ്ടിയാണ്. ഇന്നും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇനി ഒരു നാൾ മടങ്ങി വരും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. കർത്താവ് വീണ്ടും വരും, ഇത് വിശ്വാസമാണ്. കർത്താവ് വീണ്ടും വരുന്നതിന് വരെയും വിശുദ്ധ കുർബാന തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ കൈക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന കൈക്കൊള്ളണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സഭകളിലെല്ലാം വ്യത്യസ്തമായ കുമ്പസാര പ്രാർത്ഥന, പൊതു കുമ്പസാരവും രഹസ്യ കുമ്പസാരവും ഒക്കെ ഉള്ളതായ സഭകളുണ്ട്. ഏതും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള അവസരമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ, അതിൽ പങ്കാളികളാകുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളതായ ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ പാപക്ഷമ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു സൗഖ്യദായക അനുഭവമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അത് നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അത് രക്ഷയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അത് വിടുതലിലേക്ക് നയിക്കുന്നു, വിമോചനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാവുക എന്നുള്ളതാണ്. ഈ 2026 എന്ന് പറയുന്ന വർഷത്തിലെ
പെസഹ പെരുന്നാളിൽ നമുക്കും കർത്താവിനോടൊപ്പം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകാം. കർത്താവ് നമുക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ വൻമാളികയിൽ പെസഹ ഒരുക്കിയത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളതായ ഓർമ്മയോടുകൂടി നമുക്കും അതിൽ പങ്കാളികളാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.